യുജിൻ മൊറേലി, തിരുത്തി അതിനുള്ളിൽ നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? നിങ്ങൾ കോർപ്പറേഷൻ ചെയർമാൻ സ്ഥാനങ്ങൾ രാജിവെക്കുമെന്നും രാജിവെച്ചുവെന്നും ഒക്കെ പറയുന്നുണ്ട്. അല്ലെ, ബോർഡ് കോർപ്പറേഷൻ സ്ഥാനങ്ങളൊന്നല്ല ഇതിലെ പ്രശ്നം. ഇപ്പോ ആർക്കും വേണ്ടാത്ത 2 ബോർഡ് കോർപ്പറേഷൻ സ്ഥാനം കിട്ടിയിട്ട് ഓരോ വാക്കിലും അനിഷ്ടമുണ്ടല്ലോ. അങ്ങയുടെ ഓരോ വാക്കിലും അനിഷ്ടമുണ്ട്. ശ്രേയംസ് കുമാറിന്റെ വാക്കുകളിൽ അതൃപ്തിയുണ്ട്. ഈ അതൃപ്തിയൊക്കെ സഹിച്ച് എങ്കിലും ഞങ്ങൾ ഇവിടെ തന്നെ തുടരുമെന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥം? അങ്ങനെ തുടരാൻ വല്യേട്ടൻ പാർട്ടി അനുവദിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അസംതൃപ്തി ഞങ്ങളുടെ മാത്രമല്ല, ജനത്തിനുണ്ടാകുന്ന അസംതൃപ്തി പരിശോധിക്കപ്പെടല്ലേ. ജനത്തിന് വലിയ അസംതൃപ്തിയാണ് ഉണ്ടായത്. വലിയ തോൽവിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചത് ഇടതുപക്ഷ മുന്നണിക്ക്. അതിന്റെ പരാജയ കാരണങ്ങൾ അന്വേഷിക്കേണ്ടത്. അവിടെ ആഭ്യന്തര വകുപ്പ് പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കപ്പെടണം. ആഭ്യന്തര വകുപ്പ് പരാജയം എന്ന് പറയുമ്പോൾ നിങ്ങൾ നേരെ വിരൽ ചൂണ്ടുന്നത് മുഖ്യമന്ത്രിക്ക് നേരെയാണ്. തെറ്റുകൾ തിരുത്താൻ വേണ്ടി നമുക്ക് പറ്റണം. തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്തി മുന്നോട്ട് കൊണ്ടുപോയി ഇടതുപക്ഷ മുന്നണിയെ ശക്തിപ്പെടുത്താൻ വേണ്ടിയാണ് ഓരോ രാഷ്ട്രീയ പാർട്ടികളും ശ്രമിക്കേണ്ടത്. മറിച്ച് പ്രശ്നങ്ങളും സംഭവിച്ചിട്ടില്ല എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്ന് ന്യായീകരിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കൂടുതൽ അപകടത്തിലേക്ക് എത്തുള്ളൂ. അപ്പൊ അത്തരത്തിലുള്ള അപകടങ്ങളിൽ എത്താതിരിക്കാൻ വേണ്ടി ഞങ്ങളെപ്പോലുള്ള കക്ഷികൾ ചില കാര്യങ്ങൾ തുറന്നു പറയാൻ വേണ്ടിയും ചർച്ച ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ യോഗം ചേരുന്നുണ്ട്, തെരഞ്ഞെടുപ്പ് അവലോകനം നടത്തുന്നുണ്ട്. ഞങ്ങൾക്ക് വീഴ്ചകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളും അത് പരിശോധിക്കപ്പെടേണ്ടത് ഉണ്ട്. മുന്നണിക്ക് വീഴ്ചകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യപ്പെടും. മറിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഗുണകരമല്ലാത്ത ഒരു നിലപാടും സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. മുന്നണി ശക്തമായിട്ട് മുന്നോട്ട് പോകണം. പക്ഷേ ഒരുപാട് നാള് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ട് എക്കാലത്തും ഇങ്ങനെ ത്യാഗ മനോഭാവത്തോടു കൂടി എല്ലാവർക്കും ഒരുപോലെ നിലനിൽക്കാൻ വേണ്ടി പറ്റില്ല. ഒരു അധികാരവുമില്ല, മന്ത്രിസ്ഥാനവുമില്ല, രാജ്യസഭയില്ല, മത്സരിക്കാൻ സീറ്റുകളില്ല, ഇടതുപക്ഷ മുന്നണിയിൽ പ്രത്യേക പ്രാതിനിധ്യങ്ങളൊന്നും തരാതിരിക്കുക, അത് ശരിയാണോ? ഇത് ജനം വിലയിരുത്തില്ലേ? ജനം ഇത് നോക്കി കാണുകയല്ലേ? അപ്പൊ അത്തരത്തിൽ ചില മാറ്റങ്ങൾ. ഈ ബോർഡ് കോർപ്പറേഷൻ ചെയർമാൻ സ്ഥാനങ്ങൾ രാജിവെച്ചത് ഒരു വലിയ താക്കീതാണ്. അല്ല, ഞങ്ങൾ രാജിവെച്ചു എന്ന് പറഞ്ഞില്ലല്ലോ. രാജിവെച്ചു എന്ന് പറഞ്ഞത് എന്താണെന്ന് പൂർണ്ണമായിട്ട് മനസ്സിലായില്ല. ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന 2 ബോർഡ് കോർപ്പറേഷൻ സ്ഥാനങ്ങളാണ്. അത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ നേതാക്കളുമായിട്ട് ചർച്ചകൾ നടത്താതായപ്പോൾ ഇതിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ലഭിച്ചതും ഞങ്ങൾ തിരിച്ചു തരാൻ തയ്യാറാണെന്ന് അവരെ അറിയിക്കുകയും അന്നത്തെ ഇടതുപക്ഷ മുന്നണിയുടെ കൺവീനർ തീർച്ചയായിട്ടും നിങ്ങൾ അങ്ങനെ ഒരു നിലപാട് എടുക്കരുത്, നമുക്ക് കാര്യങ്ങൾക്ക് ആലോചിച്ച് കൊണ്ടുപോകാമെന്നാണ് പറഞ്ഞത്. എന്തായാലും ഉറക്കെ പറയുന്നുണ്ടല്ലോ ഞങ്ങൾക്ക് അതൃപ്തി ഉണ്ടെന്ന്. അപ്പൊ ഇനി എന്താണ് പ്ലാൻ? തീർച്ചയായിട്ടും ഉണ്ട്. അസംതൃപ്തി മാത്രമല്ല, ഞങ്ങൾക്ക് വലിയ പ്രയാസമാണ്, വിഷമമാണ്. അതായത് ജില്ലയിൽ മാത്രമല്ല, പഞ്ചായത്ത് വാർഡ് തലങ്ങളിൽ വരെ ശക്തമായ സ്വാധീനമുള്ള ഒരു രാഷ്ട്രീയ കക്ഷിക്ക് യാതൊരു തരത്തിലുള്ള സംവിധാനങ്ങളില്ലാത്ത, ജില്ലയിൽ പോലും 5 ആള് തികയ്ക്കാനില്ലാത്ത ആളുകൾക്ക് ഇടതുപക്ഷ മുന്നണിയിൽ മന്ത്രിസ്ഥാനം നൽകുകയും അവരെ ഞങ്ങളോടൊപ്പം വിളിക്കുമ്പോൾ ഞങ്ങൾക്ക് വലിയ പ്രയാസം ഉണ്ടാവില്ലേ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ഞങ്ങളുടെ അണികളെ തൃപ്തിപ്പെടുത്താൻ ഞങ്ങൾക്ക് പറ്റുമോ? ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ? എത്ര നാൾ? കഴിഞ്ഞ 8 വർഷമായി ഞങ്ങൾ ഇതിന്റെ ഓരോ ഘട്ടങ്ങളിലും, ലോക്സഭ കഴിഞ്ഞു ഞങ്ങൾ സഹിച്ചു, അസംബ്ലി കഴിഞ്ഞു ഞങ്ങൾ സഹിച്ചു, മന്ത്രിസ്ഥാനം വിഭജിച്ചു ഞങ്ങൾ സഹിച്ചു, രാജ്യസഭ ഞങ്ങളുടെ കയ്യിലുണ്ടായത് കൊണ്ടുപോയി ഞങ്ങൾ സഹിച്ചു. എന്നിട്ട് ഇപ്പോഴും പറയുന്നത് ഞങ്ങൾ സഹിക്കാൻ തയ്യാറാണ്. ഞങ്ങൾ സഹിച്ചു. എന്നും ഞങ്ങൾക്കിത് പറ്റുമോ? അതുകൊണ്ട് തിരുത്തണം. പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കണം. ചർച്ചകൾ നടക്കണം, ഉഭയകക്ഷിക്ക് ചർച്ച നടക്കണം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നിലവിൽ നിങ്ങളെ ഒന്നും പരിഗണിക്കുന്ന ചർച്ച ഇടതു മുന്നണിക്കുള്ളിൽ നടക്കുന്നില്ലെന്നാണോ? അല്ല, അത് നടക്കില്ല എന്നുള്ളൊരു കാര്യം ഞങ്ങൾ പറയുന്നില്ല. നടക്കും, തീർച്ചയായിട്ടും നടക്കും. മുന്നണിയെ സംബന്ധിച്ച് അത്തരത്തിലുള്ള ആർജവമുള്ള നേതാക്കൾ ഇപ്പോഴും ഉണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ആവശ്യപ്പെട്ട പ്രധാനപ്പെട്ട കാര്യം അടിയന്തരമായി ഈ തെരഞ്ഞെടുപ്പ് കാര്യവുമായി ബന്ധപ്പെട്ടുള്ള അവലോകനം നടത്താൻ സംസ്ഥാന സമിതി ഇടതുപക്ഷ മുന്നണിയുടെ വിളിച്ചു ചേർക്കണം. എന്താണ് സംഭവിച്ചതെന്ന് പരിശോധിക്കപ്പെടണം. യഥാർത്ഥ രീതിയിൽ ഓരോ കക്ഷികളും അവരുടെ അഭിപ്രായങ്ങൾ പറയണം. അത്തരത്തിൽ കാര്യങ്ങൾ മാറ്റങ്ങൾ വന്നില്ല എങ്കിൽ, മറിച്ച് അത് BJP മാറ്റങ്ങൾ വന്നില്ലായിരുന്നെങ്കിൽ പാർട്ടി ആലോചിച്ച് വേണ്ടത്ര രീതിയിലുള്ള തീരുമാനങ്ങൾ എടുത്തു മുന്നോട്ട്. അതാണ് എന്റെ ആദ്യ ചോദ്യം.
അതായിരുന്നു എന്റെ ആദ്യ ചോദ്യം. രാഷ്ട്രീയ സംവിധാനം കേരളത്തിലും ഇന്ത്യയിലുമുണ്ട്. CPM-നെ പോലെ തന്നെ 4 MP-മാർ ഇന്ത്യയിൽ ഉള്ള ഇപ്പൊ രാഷ്ട്രീയ കക്ഷിയാണ്. ഞങ്ങളത്ര മോശമൊന്നുമല്ല. CPM-നേക്കാൾ കൂടുതൽ ജനപ്രതിനിധികൾ അസംബ്ലിയിൽ ഞങ്ങൾക്കുണ്ട്, കേരളത്തിൽ അല്ലെങ്കിൽ പോലും. അത്ര മോശമൊന്നുമല്ല. ഇവിടെ CPM-ന് 4 കക്ഷികൾ പ്രധാനപ്പെട്ട MP സ്ഥാനം കരസ്ഥമാക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടെങ്കിൽ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ മറ്റു പ്രധാനപ്പെട്ട ഘടകകക്ഷികൾ ഉദാരമനസ്കോടുകൂടിയുള്ള ഇടപെടലിന്റെ അടിസ്ഥാനത്തിലാണ്. ആ ഒരു മാന്യത ഇവിടെയും കാണിക്കേണ്ടതായിരുന്നു. ഇടതുപക്ഷ മുന്നണി രൂപീകരിക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ശ്രമം നടത്തിയ ആളും അതിന്റെ ആദ്യത്തെ കൺവീനർ പ്രിയപ്പെട്ട വീരേന്ദ്രകുമാർ ആയിരുന്നു. പ്രിയപ്പെട്ട വി വിശ്വംഭരൻ അതിന്റെ പ്രധാനപ്പെട്ട കൺവീനർ ആയിരുന്നു. ഞങ്ങളൊക്കെയും ഒരുപാട് ത്യാഗങ്ങൾ അതിനുവേണ്ടി ചെയ്യുന്നതാണ്, ഇപ്പോഴും ചെയ്യുന്നതാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ മുന്നണി അതിലൊന്നും ഒരു മാറ്റവും ഇല്ല. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ തിരുത്തേണ്ടത് തിരുത്തണം. പോരായ്മകൾ ഉണ്ടെങ്കിൽ അതിന് തിരുത്തേണ്ടത് തിരുത്തണം, പരിഗണിക്കേണ്ടവരെ പരിഗണിക്കണം, എല്ലാവരെയും ഒരുപോലെ കാണണം. അല്ലെങ്കിൽ മറ്റു സംവിധാനങ്ങളുണ്ട്, അതിലേക്ക് പോകേണ്ടി വരും എന്നങ്ങ് പറയുന്നു. കാണിച്ച ഒരു മര്യാദയാണ് കേരള കോൺഗ്രസിനോട് കാണിക്കണേ എന്നുള്ള വിശ്വാസം ഞങ്ങൾക്കില്ല. ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ കോട്ടയത്തോ പരിസര പ്രദേശങ്ങളിലൊക്കെ തന്നെ കുറച്ച് പ്രദേശങ്ങളിലൊക്കെ അവർക്ക് സ്വാധീനം ഉണ്ടാകാം. അതിനേക്കാളും വലിയ സ്വാധീനം ഞങ്ങൾക്ക് മലബാർ പ്രദേശത്ത്, തൃശ്ശൂർ അടക്കമുള്ള പ്രദേശങ്ങളിലുണ്ട്. CPI-ക്കാളും ചില സ്ഥലങ്ങളിൽ വലിയ രാഷ്ട്രീയ സ്വാധീനം ഞങ്ങൾക്കുണ്ട്. ശ്രീ യുജിൻ മൊറേലി, ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഒറ്റ ചോദ്യം കൂടി ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടോന്നറിയില്ല. അതായത് പരിഗണിക്കേണ്ട രീതിയിൽ പരിഗണിച്ചില്ലെങ്കിൽ, തിരുത്തേണ്ട രീതിയിൽ തിരുത്തിയില്ലെങ്കിൽ, ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ ഇനിയും തുടരുക അസാധ്യമാണെന്ന് അങ്ങയുടെ വാക്കുകളിലുണ്ട്. അല്ല, ഇങ്ങനെ പരിഗണിക്കേണ്ട രീതിയിൽ പരിഗണിച്ചില്ലെങ്കിൽ, തിരുത്തേണ്ടത് തിരുത്തിയില്ലെങ്കിൽ, ഞങ്ങളുടെ പാർട്ടിക്ക് ഒരു സംസ്ഥാന സമിതിയുണ്ട്, സംസ്ഥാന കൗൺസിലുണ്ട്.